രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ മക്കൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണോ പെൺകുട്ടികൾ? ഇത് കേട്ടുകൊള്ളൂ. ഒരിക്കൽ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പ്രണയമുണ്ടായിരുന്നു സാറേ, 4 വർഷത്തെ പ്രണയമാണ്, ഹോസ്റ്റലിലാണ്, കാമുകൻ വിളിച്ചു. അങ്ങനെ കാമുകനോടൊത്ത് ഞാൻ പോയി. ഞാൻ ഹോസ്റ്റലിൽ പറഞ്ഞു വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. 2-3 ദിവസം തങ്ങി സാറേ. ഇപ്പൊ അവൻ എന്നെ വേണ്ട. ആ കുട്ടി ആകെ നെഞ്ചു തകർന്നു പോയി. മറ്റൊരു പെൺകുട്ടി എന്നെ വിളിച്ചു, 8 വർഷം നീണ്ട പ്രണയമാണ്, അവനും ഇതേ കണക്കാണ്, റിസോർട്ടിൽ പോകാൻ വേണ്ടി വിളിച്ചു. പക്ഷെ ഹോസ്റ്റലുകാര് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിളിക്കണം. അങ്ങനെ സ്വന്തം അനിയത്തിയെ കൊണ്ട് വിളിപ്പിച്ചു. അനിയത്തിക്ക് ഒരു പ്രേമമുണ്ട്, അത് വേറൊരു കാര്യം. സ്വന്തം അനിയത്തിയെ കൊണ്ട് വിളിപ്പിച്ചു. അങ്ങനെ ഇവന്റെ കൂടെ പോയി. അങ്ങനെ 2-3 തവണ പോയി. ഇപ്പൊ അവന് വേണ്ട, അവൻ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ വേറൊരു പെൺകുട്ടി പറഞ്ഞു, ഞാനിപ്പോ ഹോസ്റ്റലിൽ മദ്യം കഴിച്ചു, മദ്യത്തിന് അഡിക്റ്റായി. ഞാൻ ചോദിച്ചു, എങ്ങനെ കിട്ടി മോളെ ഈ മദ്യം? അത് ആൺ സുഹൃത്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവർ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത് കാമുകന്മാരുമൊത്താണ്. പലപ്പോഴും ഞാൻ മലബാർ എക്സ്പ്രസിൽ കണ്ടിട്ടുണ്ട്, അവധിക്കാലത്ത് നാട്ടിൽ വരുന്നത് രണ്ടും കൂടെ ഒരു ബർത്തിലാ കയറി കിടക്കുന്നത്. പിന്നെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഉണ്ടല്ലോ. ഭാര്യയ്ക്കും ഭർത്താവിനും പോലും ഇത്രയും സ്വാതന്ത്ര്യം കാണത്തില്ല. അതുപോലെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു കോളേജിലേക്ക് പോകുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിടരുത്. നിങ്ങൾ കൊണ്ടുപോകണം. കോളേജിലേക്ക് പോകുന്ന അവസരത്തിൽ ഇവർ ട്രെയിനിൽ കയറി ഇരുന്ന് കാട്ടിക്കൂട്ടുന്നതുണ്ടല്ലോ. കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, എന്തൊക്കെയാണ് അതിനകത്തിരുന്ന് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങൾ കഴിയുന്നത്ര ദൂരെ വിടാതിരിക്കുക. അതല്ല വിടുന്നു എങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊണ്ടുചെന്നാക്കുക. അവധിക്കാലത്ത് നിങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരിക. ഹോസ്റ്റൽ വാർഡന് നിങ്ങളുടെ നമ്പർ കൊടുക്കുക. ഈ നമ്പറിൽ നിന്ന് വിളിച്ചാലേ വിടാവൂ എന്ന് പറയുക. പെൺമക്കൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കോളേജിൽ മിന്നൽ സന്ദർശനം നടത്തുക. ചെല്ലുന്ന ദിവസം കോളേജിൽ ചെന്ന് ടീച്ചറോട് അന്വേഷിക്കുക, ഇവർക്ക് ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതേ കണക്ക് തന്നെ നിങ്ങൾ മക്കളെ എല്ലാ ദിവസവും വീഡിയോ കോൾ തന്നെ വിളിക്കണം, നോർമൽ കോൾ വിളിക്കരുത്. കാരണം റിസോർട്ടിൽ കാമുകന്റെ നെഞ്ചത്ത് കടന്നുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ, ശല്യം ചെയ്യല്ലേ എന്ന് പറയുന്ന പെൺമക്കളുള്ള കാലമാണ്. അതുകൊണ്ട് മക്കളെ കൊണ്ടുവിടുക, വിളിച്ചു കൊണ്ടുവരിക, വീഡിയോ കോൾ ചെയ്ത് ഉറപ്പ് വരുത്തുക. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.